ഹായ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമ്മൾ വ്ളോഗ് മാസ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. അതിൻ്റെ ഒപ്പം തന്നെ ക്രാഫ്റ്റ് സീരീസും സ്റ്റാർട്ട് ചെയ്യാണ്. ക്രാഫ്റ്റ് സീരീസിലെ വെരി ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഇത്. ഇതിൽ നമ്മൾ 1 2 3 ക്രാഫ്റ്റാണ് കേട്ടോ കാണാൻ പോണത്. വളരെ എളുപ്പത്തിൽ ഒട്ടും ചിലവില്ലാണ്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള 3 ക്രാഫ്റ്റുകളാണ്. ബേസിക്കലി വാൾ ഹാങ്ങിങ് ക്രാഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് കേട്ടോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോട്ടോസ് വെച്ചിട്ട് നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. അതിനായിട്ട് നമുക്ക് ഏറ്റവും ആദ്യം കുറച്ച് ഫോട്ടോസ് എടുക്കാം കേട്ടോ. പ്രിൻറ്റ് ചെയ്തെടുക്കാം. നമുക്ക് പുറത്തുനിന്ന് വേണമെങ്കിൽ പുറത്തുനിന്ന് പ്രിൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതൊക്കെ വളരെ ഇൻഎക്സ്പെൻസീവ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ 10 ഫോട്ടോ എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നി 10 ആകുമ്പോൾ നമുക്ക് 3, 4 ആ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ വെച്ചിട്ട്. പിന്നെ ഒരു ഉണങ്ങിയ മരച്ചില്ലയിൽ നിന്ന് ഒരു കമ്പ് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഒന്ന് നമുക്ക് കവർ ചെയ്യണം. അപ്പോൾ കവർ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഈ ലീഫ് ഹാങ്ങിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആമസോണിലും അതേപോലെ തന്നെ പുറത്ത് കടയിലൊക്കെ ഈസിലി മേടിക്കാൻ പറ്റിയതാണ്. അതെടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ജൂട്ട്, അതായത് ചരടില്ലേ, സാധാരണ ചരട് വെച്ചിട്ട് കവർ ചെയ്യാം. ഒരു വിൻറ്റേജ് വൈബ് ഉണ്ടാവും. അതല്ലെങ്കിൽ നമുക്ക് വുളൻ ത്രെഡ് വെച്ചിട്ട് കവർ ചെയ്യാം. ബേസിക്കലി എന്താണ് നമുക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചിട്ട് നമുക്കത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്, ഒന്ന് കവർ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ലീവ്സ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കവർ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അറ്റത്ത് സെലോ ടേപ്പ് വെച്ചിട്ട് നന്നായിട്ട് സെക്യൂർ ചെയ്യുന്നുണ്ട്, ദൂരി പോരാണ്ടിരിക്കാനായിട്ട്. പിന്നെ നമുക്ക് ഇത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ചെയ്യണത്. അപ്പോൾ അതിനായിട്ട് ഹാങ് ചെയ്യാനായിട്ടൊരു ലൂപ്പ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിന് ജൂട്ടിൻ്റെ ത്രെഡ്, ഇതും ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ചരട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. ഇനി ഫോട്ടോസ് ഹാങ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ പറഞ്ഞില്ല, ഇവിടെ 10 ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് നോക്കുന്നുണ്ട് എത്ര നീളം വേണം ചരടിനെന്ന് അറിയാനായിട്ട്. അപ്പോൾ നടുക്കിലായിട്ട് ഞാൻ കുറച്ച് നീളം ഉള്ളതാണ് ചരടൊന്ന് കെട്ടിയിടുന്നത്. കാരണം അവിടെ നമ്മൾ 4 ഫോട്ടോസ് വെക്കുന്നുണ്ട്. ഈ 2 അറ്റത്തും നമ്മൾ 3 ഫോട്ടോസാണ് ഹാങ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിനെക്കാട്ടിലും ചെറുത് മതി. കുറച്ച് നീളത്തിൽ തന്നെ നമുക്ക് കെട്ടിയിടാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ ഒട്ടിച്ചതിന് ശേഷം എക്സ്ട്രാ ഉള്ളത് വെട്ടിക്കളഞ്ഞാലും മതി. എന്നിട്ട് ഞാൻ അതേപോലെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ഏകദേശം ഐഡിയ വേണം എത്ര ഫോട്ടോസ് ഉണ്ട്, അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് നമ്മൾ വെക്കാൻ പോണേന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചരട് നമ്മൾ കെട്ടിക്കൊടുക്കുക കേട്ടോ. ചരട് തന്നെ വേണമെന്നില്ല, വൂളൻ ത്രെഡ് മതി. അപ്പോൾ എന്താ വീട്ടിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. കട്ടിയുള്ള നൂലാണെങ്കിൽ അത് മതി. ഞാൻ ഫോട്ടോസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്, എങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ളത്. അതിൻ്റെ ഒരു കളർ ടൂൺ, അതേപോലെ തന്നെ ഒരു ചിലത് ഫാമിലി ഫോട്ടോ ആണ്, ചിലത് ഇൻഡിവിജ്വൽ ഫോട്ടോ ആണ്. അപ്പോൾ അത് നോക്കിയിട്ട് എങ്ങനെ തരം തിരിച്ച് ഞാൻ വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് ഒന്നുമില്ല, ജസ്റ്റ് സെലോ ടേപ്പ് വെച്ചിട്ട് പിന്നിൽ ഒട്ടിക്കുക. ചരടും അതേപോലെ തന്നെ ഫോട്ടോസും വെച്ചിട്ട് അതിൻ്റെ പിന്നിലായിട്ട് സെലോ ടേപ്പ്, ഞാൻ നീളനെയാണ് കേട്ടോ ഒട്ടിക്കണത്. അത്ര തന്നെയുള്ളൂ, അത് അങ്ങനെ ഇരുന്നോളും, അങ്ങനെ ഊരിപ്പോരൊന്നുമില്ല. കറക്റ്റായിട്ട് സെക്യൂറായിട്ട് അങ്ങനെ ഇരുന്നോളും. നമ്മളിത് കംപ്ലീറ്റ്ലി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഡെക്കറേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഈ ജൂട്ട് വെച്ചിട്ട് തന്നെ നമ്മൾ ടാസൽസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിനായിട്ട് ഞാൻ കയ്യിൽ തന്നെ ജസ്റ്റ് ഒരു 50 തവണ ചുറ്റിച്ചെടുക്കുന്നുണ്ട്. ഒന്ന് എണ്ണം കണക്കാക്കുക കേട്ടോ. കാരണം ഒരേ അളവിലെ ടാസൽസ് അല്ലേ നമുക്ക് വേണ്ടത്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എണ്ണം കണക്കാക്കുക. അപ്പം ഞാൻ 50 തവണയാണ് ചുറ്റിയെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാനൊരു കഷ്ണം ജൂട്ട് ത്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ എടുത്തിട്ട് ഇതേപോലെ കെട്ടുകയാണ് കേട്ടോ ചെയ്യണത്. ടാസൽസ് ഉണ്ടാക്കാൻ കുറച്ചധികം പേർക്കെങ്കിലും അറിയുണ്ടാവുമല്ലോ, അത് തന്നെ ബേസിക്കലി അതേ സാധനം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ ജൂട്ടിൻ്റെ ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ടാസൽസ് ഉണ്ടാക്കണേന്ന് മാത്രം. അങ്ങനെ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം നടുവിലായിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഈ ടാസൽസിൻ്റെ ഇത് കംപ്ലീറ്റ് ആവണമെങ്കിൽ എഗെയിൻ ഒരു പീസ് ഓഫ് ജൂട്ട് ത്രെഡ് തന്നെ എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെയായിട്ട് കുറച്ച് നീക്കിയിട്ട്, അതായത് നമ്മൾ അറ്റത്ത് കെട്ടിയിട്ടില്ലേ അവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് നീക്കിയിട്ട് എഗെയിൻ ഒന്ന് നന്നായിട്ട് ചുറ്റി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ ടാസൽസ് റെഡിയാണ്. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തൊന്ന് റെഡിയാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ നീളത്തിൽ തന്നെയാണല്ലോ ഓൾറെഡി എടുത്തിട്ടുള്ളത്, അത് ഈ 2 സൈഡിലായിട്ട് നമ്മൾ കെട്ടിയിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. സൈഡിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ 2 സൈഡിലും കുറച്ച് നീളത്തിലായിട്ടാണ് ഇട്ട് കൊടുക്കണത്. നമുക്കിത് ഒഴിവാക്കണമെങ്കിൽ ആവാം, ഒക്കെ നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ ഏറ്റവും അറ്റത്തായിട്ടും ഇതേപോലെ ടാസൽസ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു നല്ല രസമല്ലേ കാണാനായിട്ട്. അതൊരു ഡെക്കറേഷൻ എന്നുള്ള രീതിയിൽ നമുക്കത് വ്യത്യസ്തമാക്കി ചെയ്യാം. നമ്മുടെ എംബ്രോയിഡറി ത്രെഡ് ഇല്ലേ, അത് വെച്ചിട്ട് ഹാങ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നല്ല സെറ്റായിട്ടിരിക്കാനായിട്ട് ഞാൻ ആദ്യത്തെ 3 ഫോട്ടോ, ഏറ്റവും ആദ്യം നിൽക്കുന്ന 3 ഫോട്ടോ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടൊന്ന് ചുമരിൽ ഒട്ടിച്ചു കൊടുക്കുന്നത്. കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്. ഞാൻ സ്റ്റിക്കി ഹുക്ക് വെച്ചിട്ടാണ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത്. ഇൻ കേസ് എങ്ങാനും സ്റ്റിക്കി ഹുക്കിന് ബലം ഇല്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് സെക്യൂർ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്. ചുമരിൽ പെയിൻറ്റ് പോരും തോന്നുകയാണെങ്കിൽ അത് വെക്കണ്ട കേട്ടോ.
അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നല്ല രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മുക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് വന്നിട്ട് എല്ലാവർക്കും ഒക്കെ ഇഷ്ടമായി, നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു പേപ്പർ ഷാൻഡലറാണ്. ഇത് ബേസിക്കലി നമ്മൾ ഇങ്ങനെ ഹാങ് ചെയ്ത് കൊടുക്കുമ്പോൾ കാറ്റത്തൊക്കെ ഇങ്ങനെ ആടണ കാണാൻ നല്ല രസമാണ്. ഇത് എളുപ്പമാണ്, കുട്ടികൾക്ക് വരെ ചെയ്യാം. പക്ഷേ ഇതെല്ലാ ക്രാഫ്റ്റും കുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. പക്ഷെ കുറച്ച് സമയം എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിനായിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് കളർ പേപ്പർ ഷീറ്റ്സ് ഉണ്ടല്ലോ. ഇത് നമുക്ക് ഒരു സെറ്റ് ഓഫ് പേപ്പേഴ്സ് ആയിട്ട് കിട്ടും. ഇത് നല്ല അത്യാവശ്യം കട്ടിയുള്ള പേപ്പറാണ്. ഇത് ഞാനൊരു സെറ്റ് ആമസോണിനാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ അതിലൊരു പേപ്പർ എടുത്തിട്ട് ഞാൻ ആദ്യം ഒരു പകുതി മടക്കി പിന്നെ ഒരു പകുതിയും കൂടി മടക്കാണ്, പിന്നെ ഇത് നടുവെന്ന് മടക്കാണ് കേട്ടോ. എന്നിട്ട് നമുക്കിതിൽ കുഞ്ഞു കുഞ്ഞു സർക്കിൾസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ സാധാരണ ഒരു അടപ്പ് എടുത്തിട്ട്, വാട്ടർ ബോട്ടിലിൻ്റെ അടപ്പുണ്ടല്ലോ അതെടുത്തിട്ട് ഇങ്ങനെ ഞാൻ വട്ടം 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 വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ പേപ്പറിൽ നിന്ന് എത്ര നമുക്ക് മാക്സിമം വട്ടം കിട്ടുന്നു അത്രയും നമുക്ക് വരച്ചെടുക്കാം. പക്ഷേ ഇവിടെ എനിക്ക് ഇത്തിരി ഒരു പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഇത് മുറിച്ചെടുക്കാനാണ്. കാരണം പേപ്പർ അത്രയും മടക്കിയിട്ട് നല്ല കട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സാധാരണ കത്രിക വെച്ചിട്ടൊന്നും മുറിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഞാനത് തുണിയുടെ കത്രിക വെച്ചിട്ടാണ് മുറിച്ചെടുത്തത്. പക്ഷേ ഒറ്റയടിക്ക് നമുക്ക് ഇത്രയും മട്ടങ്ങൾ കിട്ടി എന്നുള്ളതാണ്. അപ്പം അത് നല്ലതായിരുന്നു. പക്ഷേ കത്രികയുടെ മൂർച്ച പോവും നമ്മുടെ ഈ തുണിക്കത്രിക എടുത്താലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് എടുത്തപ്പോൾ ഞാൻ ഇതുപോലെ ഭയങ്കര കട്ടിയിൽ മടക്കിയില്ല. 2-3 മടക്കറ്റേ മടക്കിയുള്ളൂ, 3 മടക്ക് കേട്ടോ. എന്നിട്ട് ഞാൻ സാധാരണ പോലെ ഇങ്ങനെ വട്ടം വട്ടം വരച്ചിട്ട് സാധാരണ സിസേഴ്സ് വെച്ചിട്ട് വെട്ടാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് കുറച്ചധികം വേണം. ഇതിപ്പോൾ എനിക്കൊരു കണക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ചധികം ഉണ്ടാക്കി. എന്നിട്ട് നമുക്ക് ഉണ്ടാക്കി വരുമ്പോഴേ എത്ര വട്ടം വേണമെന്ന് മനസ്സിലാവുള്ളൂ. അതിനുശേഷം നമുക്ക് ഒരു എന്താ പറയുക, ബേസിക്കലി ഒരു വട്ടം വേണം. ഫുള്ള് വട്ടമാണല്ലോ അല്ലേ. എന്താ വെച്ചാൽ ഒന്നല്ലെങ്കിൽ നമുക്ക് കമ്പി വെച്ചിട്ട് ഇങ്ങനെ വട്ടം ഉണ്ടാക്കിയെടുക്കാം, ഒരു റൗണ്ട് ഷേപ്പ് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അതല്ലെങ്കിൽ എംബ്രോയിഡറി ഫ്രെയിം ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലത്തെ ഫ്രെയിം എടുത്താൽ മതി. ഇനി അതിന് നമുക്ക് എന്തെങ്കിലും പെയിൻറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഈ വുളൻ ത്രെഡ് വെച്ചിട്ട് ഇതേപോലെ ചുറ്റി ചുറ്റി കൊടുക്കാം. എംബ്രോയിഡറി ത്രെഡ് ഉപയോഗിക്കാം, ജൂട്ടിൻ്റെ ത്രെഡ് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ എന്തെങ്കിലും തുണി വച്ചിട്ട് കവർ ചെയ്യാം. എന്താണ് നമുക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ആവാം. ഞാൻ വുളൻ ത്രെഡാണ് എടുത്തത്. വളരെ തിന്നായിട്ടുള്ള ത്രെഡ് ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ചധികം നേരെ എടുത്തു. ഇത് ഫുള്ള് ചുറ്റി ചുറ്റി വരാം. ഒരു അരമണിക്കൂറെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ കൈ കഴച്ചു. കുറച്ച് സമയം എടുത്തു കേട്ടോ. കുറച്ച് കട്ടിയുള്ളത് എടുക്കുകയാണെങ്കിൽ കുറേ കൂടി വേഗത്തിലാവും. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ക്ഷമ കുറവാണ്, ഇത്രയും സമയമില്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ളത് എന്തെങ്കിലും എടുക്കാം. കട്ടിയുള്ള ചരട് എടുക്കാം, കട്ടിയുള്ള തുണി എടുക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം കേട്ടോ. ഇനി നമുക്കിത് തൂക്കിയിടാനുള്ള ഒരു നൂലായിട്ട് ഇങ്ങനെ വേണ്ടേ. അപ്പം അതിനായിട്ട് നമ്മൾ 3 വശത്തേക്ക് ചേർത്തിയിട്ട് 3 വശത്തുനിന്നും ഇതേപോലെ കെട്ടിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ നമുക്കൊരു തൂക്കിയിടാൻ പറ്റിയിട്ടുള്ള ഒരു സംഗതി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈ സെയിം നൂല് വെച്ചിട്ട് ഞാനത് കംപ്ലീറ്റ്ലി ഈ വുളൻ ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ഏതാണ് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ എടുക്കാം. നമുക്ക് ഈ വുളൻ ത്രെഡ് തന്നെ ഒരു 5-6 കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ചുറ്റി ചുറ്റി എടുക്കാം. കുറച്ച് ഭാഗം മാത്രം ഒരു കളർ, പിന്നെ വേറെ കളർ, അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എംബ്രോയിഡറി ത്രെഡ് വെച്ചിട്ടും അതേപോലെ ചെയ്യാം കേട്ടോ. ഇനി എന്താ വേണമെന്ന് വെച്ചാൽ ഒരു നീളനുള്ള ഒരു വുളൻ ത്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. അതല്ല ജസ്റ്റ് ഒട്ടിച്ചതിന് ശേഷം കട്ട് ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ ആവാം. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഒരു നമ്മൾ പേപ്പറിൽ വെട്ടിയെടുത്ത് ആ റൗണ്ട് ഷേപ്പ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കുക. അതിൻ്റെ മീതെ നമ്മൾ ത്രെഡ് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മീതെ നമ്മൾ വേറൊരു കളർ, ഡിഫറെൻറ്റ് കളേഴ്സാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യണത് കംപ്ലീറ്റ്ലി. അതിൻ്റെ മീതെ വേറെ കളറും കൂടി വെച്ച് കൊടുക്കുക കേട്ടോ. വെരി സിമ്പിൾ ആൻഡ് ബേസിക്. ഇതിൽ വേറെ ഒന്നുമില്ല, ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 എണ്ണത്തിൻ്റെ, അതായത് ഒന്നിന് താഴെ ഒന്ന്, അങ്ങനെ 5 എണ്ണമാണ് ചെയ്യണത്. എന്നിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തു. പിന്നെ 6 എണ്ണത്തിൻ്റെയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇറ്റ്സ് ബെറ്റർ റെഗുലറായിട്ട്, അതായത് ഒറ്റൊരെണ്ണത്തിൻ്റെ ചെയ്യണ്ട, ഫുൾ 5 എണ്ണത്തിന് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത്, അതിൽ 4 എണ്ണത്തിന് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് നമുക്ക് 5 എണ്ണം 6 എണ്ണം, അതല്ലെങ്കിൽ എത്രയാണ് നമ്മൾ നമ്പർ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റിയിട്ട് എടുക്കുക. ഇത്തിരി ഇറെഗുലർ ആയിട്ട് ഉണ്ടാക്കുന്നതാണ് എളുപ്പം സത്യം പറഞ്ഞാൽ. അതല്ലെങ്കിൽ എല്ലാം ഒരേ ലെവലിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. നമ്മൾ കുറച്ച് റാൻഡം ആയിട്ടല്ലേ, കറക്റ്റ് മെഷർമെൻറ്റ് എടുത്തിട്ടല്ലല്ലോ ചെയ്യണത്. കറക്റ്റ് മെഷർമെൻറ്റ് എടുത്തിട്ടാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ലെവലിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ എനിക്ക് ആദ്യമേ ധാരണയുണ്ടായിരുന്നു ഞാൻ ഒരേ ലെവലിൽ ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് പാടായിരിക്കും എന്നുള്ള രീതി ആയതുകൊണ്ട് ഞാൻ ഒരു സെറ്റ് 5 എണ്ണത്തിൻ്റെ ഉണ്ടാക്കി, ഒരു സെറ്റ് 6 എണ്ണത്തിൻ്റെ. അപ്പോൾ നമ്മളിങ്ങനെ തൂക്കിയിടുമ്പോൾ ഇങ്ങനെ
കയറിയിട്ടും നിൽക്കും. അപ്പോൾ അതുകൊണ്ട് അതൊരു പാറ്റേണായി, അതൊരു ഭംഗിയുള്ളൊരു പാറ്റേൺ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത്തിരി നീളം അങ്ങോട്ടും ഇങ്ങോട്ടും നീളം കൂടുകയും കുറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അറിയില്ലല്ലോ. അപ്പോൾ അതാട്ടോ. അപ്പോൾ ഞാൻ 5 എണ്ണത്തിൻ്റെ ഒരു സെറ്റ് ഉണ്ടാക്കി. 5 എണ്ണത്തിന് എനിക്ക് തോന്നുന്നു ഒരു 5-6 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ 6 എണ്ണത്തിന് ഒരു 5-6 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര എടുത്തിട്ടും എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ ഇതിപ്പോൾ കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ കംപ്ലീറ്റ്ലി. ഇനിയിപ്പോൾ ഒന്നുമില്ല, സിമ്പിളായിട്ട് ഇത് കംപ്ലീറ്റ്ലി ഇങ്ങനെ ഇക്വിഡിസ്റ്റൻ്റ് ആയിട്ട് ഏകദേശം നമുക്ക് ഒരേ ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കുക. ഞാൻ ഇപ്പോൾ എന്താ ചെയ്തിരിക്കണേ വെച്ചാൽ 5 എണ്ണത്തിൻ്റെ ഒരു നൂല് കെട്ടിയതിന് ശേഷം പിന്നെ 6 എണ്ണത്തിന്, പിന്നെ 5 എണ്ണത്തിന്, 6 എണ്ണത്തിന് അങ്ങനെ കെട്ടി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. എന്നിട്ടും കുറച്ച് കുറവുണ്ടായിരുന്നു, എനിക്ക് 3 എണ്ണം കൂടി എക്സ്ട്രാ ഉണ്ടാക്കേണ്ടി വന്നു. എന്നിട്ട് ഞാൻ അത് കെട്ടിക്കൊടുത്തു. അപ്പോൾ കറക്റ്റായിട്ട് കുറച്ച് വട്ടം ബാക്കി വന്നു, അത് നമുക്ക് വേറെ വല്ല ക്രാഫ്റ്റിന് ഉപയോഗിക്കാം. എന്നിട്ട് എക്സ്ട്രാ നൂലൊക്കെ കട്ട് ചെയ്യുക, സെക്യൂർ ആക്കാനായിട്ട് കുറച്ച് ഗ്ലൂ ഗൺ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത്ര തന്നെയുള്ളൂ. ഭയങ്കര സിമ്പിളല്ല ഇത്, കുറച്ച് സമയം എടുക്കുന്നു മാത്രമേ ഉള്ളൂ. ഞാൻ സിമ്പിൾ എന്ന് ഉദ്ദേശിച്ച ഐഡിയയുടെ കാര്യത്തിലാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു കുഞ്ഞു കുട്ടിക്ക് വരെ ഒരു 4-5 അഞ്ചിലോ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വരെ ഈസിലി ചെയ്യാവുന്നേ ഉള്ളൂ. ആക്ച്വലി ഇതിൻ്റെ മീതെ വെച്ച് ഒട്ടിക്കാനായിട്ട് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇമയ്ക്കും നല്ല ഇഷ്ടമായി ഈ ക്രാഫ്റ്റ്. അപ്പോൾ ഇങ്ങനെ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ടാവും. അടുത്തൊരു ഹാങ്ങിങ് എന്ന് പറയുന്നത് ഞാൻ വീടിൻ്റെ പുറത്തത്തെ ഡോറിലിട്ടിരിക്കുന്ന ഒരു വെൽക്കം എഴുതിയിട്ടുള്ളൊരു ഹാങ്ങിങ് ആണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കേക്ക് ബോർഡ്സ് ആണ്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈനുള്ള കേക്ക് ബോർഡ് എടുത്തുവെന്നേ ഉള്ളൂ. ഇഷ്ടമുള്ള കേക്ക് ബോർഡ്, നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കേക്ക് ബോർഡ് എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെൽക്കം എന്ന് എഴുതി ഇതുപോലെ വെട്ടിയെടുത്തിട്ട് പെയിൻറ്റ് ചെയ്യും. കുട്ടിയാണ് കേട്ടോ പെയിൻറ്റ് ചെയ്യണത്. എന്നിട്ട് ഞാൻ ഇതിൽ ഒട്ടിക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ അതത്ര നന്നായി വന്നില്ല. എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ ഇങ്ങനെ എഴുതി വെട്ടിയെടുത്തപ്പോൾ രസമായിട്ട് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ട് ഞാൻ എഴുതി. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അത്ര ഭംഗിയൊന്നുമില്ല, അപ്പോൾ എനിക്ക് പറ്റണ പോലെ ഞാൻ കുറച്ചൊന്നും ഇങ്ങനെ നോക്കി കുറച്ച് കാലിഗ്രഫി പോലെയൊക്കെ എഴുതാൻ ശ്രമിച്ചു, പക്ഷെ അത്ര വർക്കൗട്ട് ആയില്ല. പക്ഷെ സാരില്ല, പോട്ടെ. ഞാൻ തൽക്കാലം എന്തായാലും അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഞാൻ സൈഡിൽ കുറച്ചിങ്ങനെ വരകളൊക്കെ കൊടുത്തു കേട്ടോ. മാർക്കർ എൻ്റെ വേറെ കളേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല, ഉള്ളത് വെച്ചിട്ട് ഞാൻ ചെയ്തു. ഇനി നമുക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പേപ്പർ റോസസ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. ഈ പേപ്പർ റോസസ് ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഇത് നമുക്ക് പല രീതിയിൽ നമുക്ക് ഡെക്കറേറ്റീവ് പീസസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ റോസസ് നമുക്ക് വേറെ ഇതിനും ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കണത് നല്ലതാണ് കേട്ടോ. ഇതെന്താ ഞാൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ പേപ്പർ ഷീറ്റ്സ് ഉണ്ടല്ലോ നമ്മൾ നേരത്തെ ഉപയോഗിച്ചത്, അത് ഞാൻ പകുതിക്ക് വെച്ച് മടക്കിയിട്ട് ഒരു അടപ്പെടുത്തിട്ട് ഒരു സർക്കിൾ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സ്പൈറൽ കട്ടാണ് ചെയ്യേണ്ടത്. അതായത് ഒരു അറ്റത്തുനിന്ന് ഇതേപോലെ തുടങ്ങിയിട്ട് ഇങ്ങനെ ചുറ്റി കട്ട് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇതിപ്പോൾ ആദ്യം കാണിച്ചു തരാൻ പോണ റോസ് ഇതെങ്ങനെയാ വെച്ചാൽ കുറച്ച് തിക്നെസ്സിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇങ്ങനെ സ്പൈറൽ കട്ട് ചെയ്തിരിക്കുന്നത് കുറച്ച് തിക്കായിട്ടുള്ള ഇതായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഒരറ്റത്തുനിന്ന് ഇങ്ങനെ ചുറ്റി കൊണ്ടുവരിക എന്നുള്ളത്. അതായത് ഇങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഏറ്റവും അവസാനം 50 റോസ് ആയിക്കോളും. നമ്മൾ പ്രത്യേകിച്ച് ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ അറ്റത്തെത്തുമ്പോൾ നമുക്ക് ഗ്ലൂ ഗൺ എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഒരു പതിഞ്ഞ ഭാഗം വരുന്നുണ്ടല്ലോ അവിടെയായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഇടയിൽ ഒരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് അടർത്തി കൊടുക്കണം. ഈ പേപ്പർ റോസ് പോലെ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ റോസ് വിരിയണ പോലെ ഇങ്ങനെ വിരിഞ്ഞു വരും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ ഈ സ്പൈറൽ കട്ട് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, അതായത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ടല്ലോ അതിൻ്റെ വീതിക്ക് അനുസരിച്ച്, അതേപോലെ ലാസ്റ്റ് നമ്മൾ എത്ര വിടർത്തി കൊടുക്കുന്നു എന്നുള്ളതിനനുസരിച്ചൊക്കെയാണ് ഈ റോസിൻ്റെ വലിപ്പവും അതേപോലെ ഭംഗിയും ഉണ്ടാവുക. അപ്പോൾ ഓരോ റോസും ഓരോ പോലെ ഉണ്ടാവും കേട്ടോ. ഈ അടുത്ത റോസ് ഞാൻ കുറച്ച് തിന്നായിട്ടാണ് കട്ട് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ഭയങ്കര തിക്കായിട്ടല്ല കട്ട് ചെയ്തത്, ഇതുപോലെ കണ്ടോ കുറച്ച് തിന്നായിട്ടാണ് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് മടക്കി കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള റോസാണ്. നമ്മൾ നേരത്തെ ചെയ്തതിനെക്കാട്ടിലും ഭയങ്കര പൊക്കം കുറഞ്ഞിട്ടുള്ള നല്ല വീതിയിലുള്ള റോസായിട്ടുണ്ടാവും കേട്ടോ. ഇതും അത് തന്നെ ജസ്റ്റ് ചുറ്റി കൊടുത്താൽ മതി. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. പക്ഷേ ക്രാഫ്റ്റ് താല്പര്യമുള്ള കുട്ടികൾക്കാണെങ്കിൽ നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇത് കണ്ടോ, ഇത് കുറച്ചും കൂടി വീതിയിലുള്ള കുഞ്ഞി റോസസ് ആണ് കേട്ടോ. ഈ യെല്ലോന്ന് ഇത് ഡിഫറെൻ്റ് ആയിട്ടില്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി മറിച്ചും ചെയ്യാം. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വിടർത്തി കൊടുക്കണം എന്നുള്ളത്, അത് നമ്മൾ കുറച്ച് നന്നായിട്ട് അതിനെ ഫ്രീ ആക്കി വിട്ടിങ്ങനെ കണ്ടോ ഇതേപോലെ ഇങ്ങനെ വിടർത്തി കൊടുക്കുകയാണെങ്കിൽ നല്ലോണം ഇങ്ങനെ പരന്ന റോസ് കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ ഇതേപോലെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ്. അങ്ങനെ വിടർത്തി കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഇത് കണ്ടോ ഇതേപോലെ നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇങ്ങനെ സെക്യൂർ ചെയ്യുക. എന്നിട്ട് ഇതിങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ.
അത് നമുക്ക് ഇഷ്ടപ്രകാരം ചെയ്യാന്നുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ ഒരു സൈഡിൽ കുറച്ച് കൊടുത്തിട്ടുണ്ട്, ഇപ്പുറത്തെ സൈഡിലും കുറച്ച് കൊടുക്കുകയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്ക് ഇതിന് ചുറ്റും ഈ കേക്ക് ബോർഡിന് ചുറ്റും നമ്മൾ കുറേ റോസസ് ആണ് ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഒറ്റൊരു കളർ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം, 2 കളറാണെങ്കിൽ അങ്ങനെ, മൾട്ടി കളറാണ്. ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് മൾട്ടി കളറാണ്. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇതിനൊക്കെ ഗ്ലൂ ഗൺ തന്നെയാണ് കേട്ടോ എളുപ്പം, അതിൽ യാതൊരു സംശയമില്ല. നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം സമയം എടുക്കും. പിന്നെ എന്താ വെച്ചാൽ ഗ്ലൂ ഗൺ ആകുമ്പോൾ ഇത്തിരി സൂക്ഷിക്കണം എന്ന് മാത്രം. ഭയങ്കര ക്ലോസ് കോൺടാക്റ്റിൽ വരണതാണ് ചിലപ്പോൾ കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അതല്ല, എൻ്റെ ഇതിൻ്റെ ഇടയിൽ 5-6 തവണയെങ്കിലും കൈ പൊള്ളിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് സൂക്ഷിച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനതിപ്പോൾ 2 സൈഡിലും ഇതേപോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാനായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയിൽ നിർത്തണമെങ്കിൽ ഇത്രയിൽ നിർത്താം, നമ്മുടെ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് കുറച്ചും കൂടി കാര്യമായിട്ട് ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതിനെക്കാട്ടും മുന്നേ ഞാൻ ഒരു ടൈപ്പ് റോസും കൂടി കാണിച്ചു തരാം. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയം വലിപ്പത്തിലാണ് ഞാനിങ്ങനെ സ്പൈറലായിട്ട് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ പോലെ തന്നെ ചുറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അറ്റത്തെത്തുമ്പോൾ നമ്മൾ ഗ്ലൂ ഗൺ അല്ലെങ്കിൽ ഗം ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഫെവിക്കോൾ ആവട്ടെ, കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഒട്ടിക്കുക. അപ്പോൾ ഇത് മീഡിയം വലിപ്പത്തിലാകുമ്പോൾ ഈ ഒരു ഷേപ്പിലുള്ള റോസ് ആവട്ടെ കിട്ടുക. എഗെയിൻ ഇതും ഡിഫറെൻ്റ് ആണ്, നമ്മൾ നേരത്തെ ചെയ്തതിനെക്കാട്ടിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള റോസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ആവാം, എങ്ങനെയാണെന്ന് നോക്കിയിട്ട്, ഏതാ താല്പര്യം, ഏതാ എളുപ്പം നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള റോസസ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു കേക്ക് ബോർഡും കൂടി വേണം. നമ്മൾ 2 കേക്ക് ബോർഡ് എടുക്കുന്നുണ്ട് കേട്ടോ, നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാങ്ങിങ്ങും കൂടി ഉണ്ടാക്കാം നമുക്ക്. ഓക്കെ, അതിനായിട്ട് എഗെയിൻ പേപ്പർ എടുക്കാം. ജസ്റ്റ് ഇതേപോലെ മടക്കിയിട്ട് ഞാനൊരു വട്ടം ഇങ്ങനെ എടുക്കുന്നുണ്ട്. വട്ടം നമുക്ക് എത്ര വലിപ്പം വേണമെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ഷീറ്റ് ഓഫ് പേപ്പറിൽ ഇപ്പോൾ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 6 ആണോ 8 ആണോ, അത് ആക്ച്വലി 4 വട്ടം കിട്ടും. അപ്പോൾ അത് പകുതിയായിട്ട് മുറിക്കണം നമുക്ക്, അങ്ങനെയാകുമ്പോൾ 8 എണ്ണം കിട്ടും കേട്ടോ. അത് ബേസിക്കലി നമ്മൾ ഇത് വെച്ചിട്ട് കോണാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കോൺ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. ജസ്റ്റ് പകുതിക്ക് വെച്ച് മുറിച്ചു. എന്നിട്ട് എന്താ വേണ്ടത് വെച്ചാൽ സൈഡിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ വെക്കുക. അപ്പോൾ ഇത് കോൺ കിട്ടി. ഇതൊക്കെ ഫെവിക്കോൾ വെച്ചിട്ടാണെങ്കിലും ഈസിലി ആവും കേട്ടോ, പെട്ടെന്ന് ഒട്ടും. അതിനെക്കാട്ടിലും സ്പീഡാണ് നമ്മുടെ ഗ്ലൂ ഗൺ. അപ്പോൾ ഇത് ഇതേപോലെ സൈഡിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക, പിന്നെ ഒട്ടിക്കുക, അത്ര തന്നെയുള്ളൂ. അപ്പോൾ നമുക്ക് 8 കോൺസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ പല പേപ്പേഴ്സ് പല കളേഴ്സ് വെച്ചിട്ടും ഇതേപോലെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനത് ഡിഫറെൻ്റ് ആയിട്ട് ഇതേപോലെ ഇങ്ങനെ അടക്കി വെച്ചിരിക്കുകയാണ്. ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, നമ്മൾ ടാസിൽസ് അല്ല, ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഒരു സംഗതി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ആദ്യം സൂചി നൂല് എടുക്കുക, കുറച്ച് കട്ടിയിൽ വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കട്ടിയുള്ള നൂലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അടിയിലൊരു കെട്ടിട്ടിട്ട് അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇത് കണ്ടോ, ഈ കോൺ അവിടെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി അടുത്ത കോൺ ഇട്ട് കൊടുക്കുക. അതും സെക്യൂർ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യത്തെ കോൺ ഇട്ടിട്ടുണ്ടല്ലോ അതിൻ്റെ മീതിയായിട്ട് വരുന്ന തരത്തിൽ, പക്ഷെ നൂല് കാണാത്ത തരത്തിൽ ഞാൻ കൊണ്ടുവന്നിട്ട് ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് സെക്യൂർ ചെയ്ത് വെക്കുകയാണ്. എപ്പോഴും ഗ്ലൂ അപ്ലൈ ചെയ്ത് സെക്യൂർ ചെയ്ത് വെക്കുന്നത് തന്നെയാണ് വളരെ 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 നല്ലത്. അങ്ങനെയാകുമ്പോൾ നല്ല ഭംഗിയിലിരിക്കും. നല്ലോണം ഈ കാറ്റത്തിങ്ങനെ ആടിയായിട്ട് നല്ല രസം ഉണ്ടാവട്ടെ. ഇത് ഞാൻ പുറത്ത് വാതിലാണ് ഇട്ടത്, പക്ഷെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ആയിട്ട് ഇടാം. അതായത് മുകളിൽ വെറുതെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടെങ്കിലാവാം. അപ്പം അങ്ങനെയാകുമ്പോൾ ഇതിങ്ങനെ തിരിഞ്ഞ് ഉണ്ടാവും. ഇതിലിപ്പോൾ വെൽക്കം എന്നുള്ളതിന് പകരം വേറെ എന്തെങ്കിലും എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. കോട്ട്സ് എഴുതാം, എന്തെങ്കിലും കോട്ടായിട്ട് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ഇനി എന്താ വേണ്ടത് വെച്ചാൽ നമ്മൾ കേക്ക് ബോർഡ്, വേറൊരു കേക്ക് ബോർഡും കൂടി എടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ പിൻവശത്തായിട്ട്, നല്ല വശത്തല്ല ചീത്ത വശത്തായിട്ട് നമ്മൾ ഈ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഭംഗിയുള്ള സംഗതി ഇത് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അത് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. എക്സ്ട്രാ ഉള്ള നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അതിൻ്റെ മീതെ നല്ല ഭാഗം വെച്ചിട്ടൊന്ന് നോക്കുക കറക്റ്റായിട്ടാണോ വന്നിട്ടുള്ളതെന്ന് നോക്കിയിട്ട് ഇനി ഞാനിത് ഗ്ലൂ ഗൺ വെച്ചിട്ടൊന്ന് ഇതേപോലെ ഈ നൂല് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഗ്ലൂ ഗൺ ആയതുകൊണ്ട് കണ്ടോ ചെറുപടേന്ന് എങ്ങനെ ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഈ എക്സ്ട്രാ ഉള്ള നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്യാണ്. ഇതേപോലെ തൂക്കിയിടാൻ പറ്റിയിട്ടുള്ളൊരു നൂലും കൂടി വേണമായിരുന്നു. അപ്പോൾ അതും ഞാൻ കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് ഇതേപോലെ ഫുൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കറക്റ്റായിട്ട് ഫ്രണ്ടിലത്തെ ഭാഗം ഒട്ടിച്ചു കൊടുക്കുകയാണ്. റെഡി. ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. സിമ്പിൾ എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയോ, വലിയ ബുദ്ധിയൊന്നും വേണ്ട ഇത് ഉണ്ടാക്കാം. സമയം മതി, സമയവും ക്ഷമയും ഉണ്ടായാൽ മതി. പക്ഷേ നല്ലൊരു പേഴ്സണൽ ടച്ച് ഉണ്ട് ഇതിന്, ഇല്ലേ? നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ചെയ്യാവുന്നതാണ്, എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ റീക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് പിക്ചർ അയച്ചു തരൂ കേട്ടോ. ഇതിലേത് DIY ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി നാളെ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.